നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 15-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 29-ാം തീയതി ബുധനാഴ്ച. ഇന്ന് നക്ഷത്രം പൂയൻ നക്ഷത്രമാണ്. അപ്പോൾ പൂയൻ നക്ഷത്രം ബുധനാഴ്ച ആയിട്ട് ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ശുഭനക്ഷത്രമാണ്, ശുഭ ദിനവുമാണ്. അപ്പോൾ രണ്ടും കൂടി ഒത്തു വന്നാൽ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. പ്രത്യേകിച്ച് ബുധൻ ഒരു പ്രത്യേകതയുള്ളത്, ബുധൻ നമുക്ക് എന്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുകയും വളരെ പുരോഗതിയെ തരികയും ചെയ്യുന്ന ഒരു ദിവസമാണ് ബുധൻ്റെ ദിവസം. അന്ന് ശുഭനക്ഷത്രവും കൂടി ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം. ഒരു കാര്യവും മാറ്റിവെക്കരുത്. ആഴ്ചയിൽ തന്നെ ചിലപ്പോൾ 1-2 ദിവസമായിരിക്കും നമുക്ക് ഏറ്റവും ശുഭ ദിവസം കിട്ടുക. ആ ദിവസം നിങ്ങളെ നേരത്തെ കുട്ടി അറിയിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ദിവസങ്ങളിൽ എത്രത്തോളം കാര്യങ്ങൾക്ക് ഇറങ്ങാമോ ആ കാര്യങ്ങളൊന്നും മാറ്റിവെക്കാതെ കാര്യങ്ങൾ പൂർത്തീകരിക്കണം. അല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പോയാലും കാര്യങ്ങൾ നടക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ശുഭ ദിവസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിന് കാരണം. അതുപോലെ കന്നിമാസത്തിലെ പൂയൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. സാമ്പത്തിക പുരോഗതിയായിട്ടും പല തരത്തിലുള്ള നേട്ടങ്ങൾക്ക് ഇടവരുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, പഠിക്കുന്നവരാവട്ടെ അവർക്ക് ഏറ്റവും നേട്ടത്തിൻ്റെ കാലഘട്ടമാണ്. പഠിക്കുന്നവരാണെങ്കിൽ ഉപരി പഠനത്തിന് സഹായിക്കും. പഠിപ്പിക്കുന്നവർക്ക് നല്ല നല്ല അംഗീകാരങ്ങൾ അവർക്ക് ലഭിക്കും. അതുപോലെ ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ജോലിയിൽ കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് പരിശ്രമിക്കുക, ജോലി കയറ്റം ഉണ്ടാവും. ബിസിനസ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനോ ബിസിനസ്സിൽ നേട്ടം ഉണ്ടാക്കാനോ ഒക്കെ ഈ കാലഘട്ടം നല്ലതാണ്. പുതിയ സംരംഭം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു കാലയളവാണ് ഈ ഒരു വർഷക്കാലം. ഇതൊക്കെ നമ്മളെ പുരോഗതിയുടെ, ഉയർച്ചയുടെ, ഉന്നതിയുടെ കാലയളവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. ഇപ്പോൾ ശരിക്കും പൂയ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം 12 നിൽക്കുന്ന സമയമാണ്. അത്ര നല്ല സമയമല്ല, അത് കോമൺ ആയിട്ടാണ്. പക്ഷേ ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വിശേഷാൽ ഗുണഫലം സിദ്ധിക്കും. അവർക്ക് ഒരു പരിരക്ഷ കൂടുതലായിട്ടുണ്ട്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് നല്ല ദിവസമാണ്, നല്ല കാര്യങ്ങൾക്ക് കൊള്ളാവുന്ന സമയമാണ് ഒക്കെയാണെങ്കിലും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ കൊണ്ടുപോകണം. അതിൽ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് രാവുകാല സമയം നോക്കിയാണ് യാത്ര തിരിക്കേണ്ടത്. രാവുകാലം ഉച്ചയ്ക്ക് വരുന്നത് കൊണ്ട് രാവിലേക്ക് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ കൂടുതൽ പേരും രാവിലെ ഇറങ്ങുന്നത് കൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യമില്ല. എങ്കിൽ പോലും കലണ്ടറിൽ നോക്കിയിട്ട് ആളുകൾ ഇറങ്ങും. 12 മണി മുതൽ 1:30 മണി വരെ രാവുകാല സമയം എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവുകാല സമയം ആരംഭിക്കുന്നത് 12:10 തൊട്ട് 1:39 വരെയാണ്. ഒരു 10 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഒരു 10 മണി, അത് 12 മണി 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ രാവുകാലം തുടങ്ങുകയുള്ളൂ. 1:30 തീരത്തില്ല, 1:40 39 കഴിഞ്ഞിട്ട് തീരുള്ളൂ. അതുകൊണ്ട് ഈ സമയം നോക്കി വേണം യാത്ര തിരിക്കാൻ. അതുപോലെ ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതിൽ ഗുളിക കാല സമയം വരുന്നത് 10:42 തൊട്ട് 12:10 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 7:45 തൊട്ട് 9:13 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത്
11:46 തൊട്ട് 12:34 വരെയാണ്. 48 മിനിറ്റ് നേരം. ഇതിൽ കുറേ സമയം രാവുകാലം നടക്കുന്ന സമയമായതുകൊണ്ട് രാവുകാലം ശരിക്കും ശുഭകാര്യങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നാലും എല്ലാവരും അഭിപ്രായം പറയുന്ന ഒന്നാണ് രാവുകാലത്തിൽ കയറി. അയ്യോ, രാവുകാല സമയം കുറിച്ച് തന്നു, രാവുകാല സമയം നോക്കി ജ്യോത്സ്യന്മാർക്ക് അശ്രദ്ധ വന്നു എന്നൊക്കെ പറഞ്ഞു കളയും. രാവുകാലം ഒരു യാത്ര പോയിട്ട് മറ്റൊരു കാര്യങ്ങൾക്കും ബാധകമല്ല. മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. രാഹു അതിനെ തടസ്സം ചെയ്യുന്നവനല്ല. യാത്രയ്ക്ക് മാത്രം രാവുകാല സമയം എടുത്താൽ അവനെ ചുറ്റിക്കും. രാഹു എന്ന് പറഞ്ഞാൽ പാമ്പാണ്. പാമ്പ് ചുറ്റുന്നത് പോലെ ചുറ്റിക്കും. കാലതാമസം വരെ സമയത്തിന് കാര്യങ്ങൾ നടക്കാതെ വരും. ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആകിലും ഈ അല്ലാതെ തന്നെ മുഹൂർത്തം ഉള്ളതുകൊണ്ട് അഭിജിത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രധാനമായിട്ട് പച്ച കളർ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായിരിക്കും. അപ്പോൾ പച്ച കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും. അതുപോലെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ ഗുണം പൂർണ്ണമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.